ദേവീ ശരണമന്മേ നിന്റെ വെണ്മയിൽ ശുദ്ധമാം ജ്ഞാനത്തിൽ നിത്യപൗർണമിയാകാവു ജീവിതം. നിന്റെയുണ്മയിൽ ശക്തമാം ജ്വാലയിൽ സൗരവീര്യം ജ്വലിക്കാവു ജീവിതം. മഹാസരസ്വത്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം തുളസി ശംഖചൂഡ സംവാദമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. അതിൽ തുളസി പറഞ്ഞ വാക്യങ്ങൾക്ക് മറുപടി ശംഖചൂഡൻ പറയുന്ന ഭാഗങ്ങൾ, കുലസ്ത്രീകൾ ആരാണ്, സാത്വിക ഗുണമുള്ള സ്ത്രീകൾ ആരാണ് എന്ന് പറഞ്ഞു. രജോരൂപം തമോരൂപം എന്നീ ഭേദത്തോടെ കാലാംശത്താൽ ജനിച്ച സ്ത്രീകളും ധാരാളമുണ്ട്. അവരൊക്കെ മറ്റുള്ളവരെ വഞ്ചിപ്പിക്കുന്നവരും മോഹിപ്പിക്കുന്നവരും എല്ലാമായിരിക്കും. ധർമാർത്ഥങ്ങളിലെല്ലാം വിമുഖരായിരിക്കുന്ന സ്ത്രീകളായിരിക്കും അവരെല്ലാം. അവർക്ക് വേണ്ടത് ആ പുരുഷനിൽ നിന്നും കാമസുഖവും ധനവുമായിരിക്കും. അവരെല്ലാവരും രജോ ഗുണ തമോ ഗുണ പ്രധാനികളായിരിക്കും എന്നെല്ലാം അതിൻ്റെ വകഭേദമെല്ലാം പറഞ്ഞതിന് ശേഷം താൻ ആരാണ് എന്താണ് എന്നുള്ളതിനെ ഇവിടെ പറയാണ്. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ വന്നത് ബ്രഹ്മാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. ഗാന്ധർവ വിവാഹ വിധിപ്രകാരം നിന്നെ ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാണ്, സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാനാണ് ദേവന്മാരെയൊക്കെ തുരത്തിവിട്ടിട്ടുള്ള ശംഖചൂഡൻ. ധനുവംശത്തിലാണ് എൻ്റെ ജനനം. ഗോലോകത്ത് സുധാമാവ് എന്ന പേരിൽ കഴിഞ്ഞു വന്ന ഞാൻ പണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാർഷദന്മാരായ 8 ഗോപന്മാരിൽ ഒരു ഗോപനായിരുന്നു. രാധികയുടെ ശാപം കൊണ്ട് ഇപ്പോൾ ദാനവശ്രേഷ്ഠനായി തീർന്നു. ശ്രീകൃഷ്ണ മന്ത്രപ്രഭാവം കൊണ്ട് പൂർവജന്മ സ്മരണയുള്ളവനാണ് ഞാൻ. പൂർവജന്മസ്മരണ ഉള്ള തുളസിയാണ് നീ. ഗോലോകത്ത് വെച്ച് പണ്ട് ഹരിയാൽ സംഭുക്തയായവളാണ് നീയ്. നീ തന്നെയാണല്ലോ ഇപ്പോൾ രാധികയുടെ കോപഫലമായിട്ട് ഭാരതത്തിൽ ജനിച്ചിരിക്കുന്നത്. അന്ന് നിന്നെ അനുഭവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും രാധാദേവിയെ ഭയപ്പെട്ട എനിക്ക് അതിന് സാധിച്ചില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് ആ ശംഖചൂഡൻ നിർത്തിയപ്പോഴ സന്തുഷ്ടയായ തുളസി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാൻ തുടങ്ങി. ഏവം വിധോ ബുധോ നിത്യം വിശ്വേഷു ച പ്രശംസിതഃ കാന്തമേവം വിധം കാന്ത ശശ്വതിച്ഛതി കാമത. ഇപ്രകാരമുള്ള വിദ്വാൻ എന്നും ലോകത്ത് പ്രശംസിക്കപ്പെടുന്നവനാണ്. സുന്ദരിയായ ഒരുവൾ എന്നും ആഗ്രഹിക്കുന്നതും ഉത്തമത്തിൽ ഒരുവനെ തന്നെയാണ്. ഞാനിപ്പോൾ അങ്ങയോട് സത്യമായും ഈ വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീയാൽ ജയിക്കപ്പെട്ട പുരുഷനാണ് അശുദ്ധനും നിന്ദിതനും. പക്ഷേ ഇപ്പോൾ അങ്ങാണ് ഈ വാദപ്രതിവാദത്തിൽ ജയിച്ചിരിക്കുന്നത്. ബ്രാഹ്മണന് 10 ദിവസം കൊണ്ട് പുലവാലായ്മ മൂലമുള്ള അശുദ്ധികൾ ഇല്ലാതാവും. രാജാവിന് 12 ദിവസം കൊണ്ടും വൈശ്യന് 15 ദിവസം കൊണ്ടും ആ ശുദ്ധി ഇല്ലാതാവും. ശൂദ്രന് 1 മാസം വേണം ശുദ്ധനാവാൻ എന്ന് വേദം വിധിക്കണു. സങ്കരജാതിയിൽപ്പെട്ട ഹീനന് മാതൃജാതി ഏതോ അതനുസരിച്ചിട്ടുള്ള പുലവാലായ്മ ആചരിച്ച് ശുദ്ധനാവാം. എന്നാൽ സ്ത്രീജിതന്റെ അശുദ്ധി അവന്റെ ദേഹം ചിതിയിൽ ദഹിക്കുന്നിടത്തോളമേ ദഹിച്ചാൽ മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ എന്ന ആ അശുദ്ധിയെ പറ്റിയിട്ട് അവിടെ പറഞ്ഞു. അതായത് അശുദ്ധി എന്നുള്ളതൊക്കെ ഈ പറയുന്നത് വാസ്തവത്തിൽ 2 വിധത്തിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും രണ്ടുമുള്ളതാണ്. അപ്പോൾ ഈ എത്രത്തോളം നമുക്ക് മനഃശുദ്ധി കൂടുന്നുവോ അത്രത്തോളം നമുക്ക് ആ ശുദ്ധി വാലായ്മയുടെ ദിവസങ്ങളൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇവിടെ വിവിധ വർണ്ണങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ശുദ്ധി അശുദ്ധിയെക്കുറിച്ച് വാലായ്മയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞത്.
ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്നുള്ളത് കൊണ്ട് ഈ അശുദ്ധികള് പുലാവാലായ്മയൊക്കെ 10 ദിവസം കൊണ്ട് തീരുന്ന പറയുന്നത്. കാരണം അപ്പോഴേക്കും താൻ പഠിച്ചിട്ടുള്ള വേദശാസ്ത്രങ്ങൾ അവലോകനം ചെയ്ത് ആ ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ ഒരു ബ്രാഹ്മണന് കഴിയും. പക്ഷേ അതേമാതിരി തന്നെ ഒരു ക്ഷത്രിയന് ഒരു 12 ദിവസം 2 ദിവസം കൂടി അധികം വേണ്ടി വരും. വൈശ്യന് 15 ദിവസം എന്നാണ് ഇവിടെ പറയുന്നത്. ശൂദ്രന്, അതായത് ശൂദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഈ വേദശാസ്ത്രാദികളൊന്നും അറിയാത്തതായിട്ടുള്ള അജ്ഞാനിക്ക്, വെറും ഈ ശരീരത്തിനെ ദേഹത്തിനെ ആത്മാവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ തന്നെ മുഴുകിക്കിടക്കുന്നവനായിട്ടുള്ളവനെയൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഒരു ജാതി, ഒരു മതമായിട്ട് നമ്മൾ അതിനെ എടുക്കരുത്. വേദശാസ്ത്രങ്ങളിൽ യാതൊരു അറിവും ഇല്ലാതെ കണ്ട് ശരീരമാണ് ഞാൻ എന്നുള്ള ഏകവിശ്വാസത്തിൽ ഈ ശരീരത്തിനെ പോഷിപ്പിച്ചുകൊണ്ടും ഈ ശരീരം എടുത്ത മറ്റുള്ളവരെ പോഷിപ്പിച്ചുകൊണ്ടും അവരുടെ സുഖദുഃഖാദികളിൽ കലർന്നുകൊണ്ടും ഇരിക്കുന്ന ഒരുത്തന് അതിൽ നിന്നും പുറത്തു വരാൻ അധികം സമയമെടുക്കും. അതാണ് പറഞ്ഞത് അവിടെ 1 മാസം അതിന് വേണം എന്ന് പറയാനുള്ള കാരണം. അതുവരെ ആ ദുഃഖങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിന്ന് പോവാൻ വളരെ കഷ്ടമായി തീരും. മനസ്സിലായില്ലേ? ആ ശാസ്ത്രജ്ഞാനമൊന്നും ഇല്ലാത്തത് കൊണ്ട്, വേദജ്ഞാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ഉള്ള ആ സമയപരിധിയാണ് ഈ പുലാവാലായ്മയൊക്കെ ആയിട്ട് പണ്ട് സ്മൃതികളിലൊക്കെ പറഞ്ഞതനുസരിച്ച് തരംതിരിച്ചു വച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാനുള്ള സമയം അവരുടെ ജ്ഞാനാജ്ഞാനങ്ങളെ അനുസരിച്ചാണ് എന്നർത്ഥം. ആ ഇപ്പം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം പറയണു, യാതൊരു പുലയോ വാലായ്മയോ സന്യാസിക്ക് ബാധകമില്ല. എന്താ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിനെ നശിച്ചവനാണ് സന്യാസി, എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചവനാണ് എന്നുള്ളത് കൊണ്ട് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ശത്രു, മിത്രം, ഉറ്റവര്, ബന്ധുക്കളല്ലാത്തവരെ, ഈ വർണ്ണത്തിൽപ്പെട്ടവരെ, ഈ ജാതിയിൽപ്പെട്ടവരെ, ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഒരു സന്യാസിയെ ബാധിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമേ അല്ല. അതുകൊണ്ട് ഈ ശുദ്ധാശുദ്ധികളൊന്നും ഒരു സന്യാസിയെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് സന്യാസിക്ക് പുലാവാലായ്മ, കാരണം സ്വന്തം അവനവൻ്റെ ശരീരത്തിന് തന്നെ പിണ്ടം വെച്ചിട്ടാണ് അവര് എല്ലാം ത്യജിച്ച് വീടും ബന്ധുക്കളെയും എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ലൗകിക ഭൗതിക വിഷയങ്ങളിലോ വ്യക്തികളിലോ വസ്തുക്കളിലോ യാതൊരു വിധമായിട്ടുള്ള ബന്ധവും വയ്ക്കാതെ കണ്ട് അതിനെയെല്ലാം തൃണമാത്രമായി കൊണ്ട് ത്യജിച്ചുകൊണ്ട് അവര് ഭഗവത് സേവയ്ക്കായിട്ട് ഭഗവാനെ സേവിക്കാനും ജനങ്ങളെ അതിന് ഈ സത്യങ്ങളെ, പരമാർത്ഥ സത്യങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ച് അവരെ ഉദ്ധരിക്കാനുമായിട്ടാണ് അവരവരുടെ ജീവിതം നീക്കിവെച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം കൊണ്ട് ഈ ശുദ്ധി അശുദ്ധിയൊന്നും അവർക്ക് ബാധകമല്ല എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ശുദ്ധി അശുദ്ധി അതിൽ ആരാണോ ഇതേമാതിരി സങ്കരജാതിയിലൊക്കെ പെട്ട് ഹീനന് മാതൃജാതി ഏതോ അതനുസരിച്ചിട്ടുള്ള പുലവാലായ്മയാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് അങ്ങനെയുള്ളവർക്ക് അമ്മ ആരാണോ ആ അമ്മയുടെ കുലത്തിൽ അമ്മയുടെ ഇതിൽ എന്താണോ ആചരിക്കപ്പെടുന്നത് അതാണ് അവർ ആചരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഇതിൽ അമ്മയാണ് ശരിക്കും അറിയുക ആരാണ് അമ്മ എന്നുള്ളത്. അച്ഛൻ ആരാണ് എന്ന് ചിലപ്പോൾ അറിയില്ല എന്നൊക്കെ വരാം. പക്ഷെ അമ്മയെ അറിഞ്ഞില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കാമങ്ങൾക്കായിട്ടും മോഹങ്ങൾക്കായിട്ടും ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്ര സ്ത്രീയെ അല്ലെങ്കിൽ വൈശ്യ സ്ത്രീയെ അല്ലെങ്കിൽ ക്ഷത്രിയ സ്ത്രീയെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രാപിച്ചു, മറ്റു പലരും അവളെ പ്രാപിച്ചിട്ടുണ്ടാവാം. അപ്പം ആരുടെ കുട്ടിയാണെന്നൊന്നും അറിയാതെ കണ്ടു വന്നു എന്ന് വരുമ്പോൾ ആ അമ്മയുടെ ഏതാണോ ഇത് അതനുസരിച്ചിട്ട് ആ ആചാരങ്ങൾ, ശുദ്ധാശുദ്ധങ്ങളുടെ ആചാരങ്ങളൊക്കെ അമ്മയുടെ വഴിക്ക് വരുന്നതാണ് എന്ന് പറയുകയാണ്. എന്നാൽ
ഇങ്ങനെ ഒരു സ്ത്രീകളെ മാത്രം പ്രാപിച്ചുകൊണ്ട് കാമാസക്തനായിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നവന്റെ ദേഹം ചിതിയിൽ ദഹിപ്പിക്കുന്നതോടുകൂടി മാത്രമേ അവന്റെ അശുദ്ധിയെല്ലാം മാറുള്ളൂ എന്ന് പറയുക. കാരണം എപ്പോഴും മനസ്സിൽ അശുദ്ധി തന്നെയാണ്. അപ്പോൾ അവന്റെ അശുദ്ധി മാറണമെന്നുണ്ടെങ്കിൽ അവന്റെ ജന്മം കഴിയണമെന്ന് പറയാണ്. അങ്ങനെ അശുദ്ധിയെക്കുറിച്ച് വിവരിച്ചു. ബാക്കി ഭാഗങ്ങളെ നാളെ പറഞ്ഞു പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.